ഭയങ്കര നല്ല ഫോണാണ് ഇതെന്നാണ് പൊതുവെ അഭിപ്രായം. അതായത് നല്ല ഡ്യൂറബിലിറ്റി, നല്ല ഡിസൈൻ, നല്ല പെർഫോമൻസ് ഒക്കെ ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ്, ഫ്ലാഗ്ഷിപ്പ് ലെവല്, സീറോ ലാഗ് പെർഫോമൻസ്, പവർ എഫിഷ്യൻറ്റ് പെർഫോമൻസ്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ്. ക്യാമറ ആണെങ്കിലും അടിപൊളി, ബാറ്ററി ആണെങ്കിലും അടിപൊളി. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു നല്ല ഫോണാണെന്നാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ശരിക്കുള്ള ഇതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്നുള്ളത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കണ്ടു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കളി എന്നുള്ളത്. ഒപ്പം തന്നെ എന്തുകൊണ്ട് ഇത് പലർക്കും നന്നാകുന്നു എന്നുള്ള കാര്യം ഞാനതിൻ്റെ പെർഫോമൻസും ക്യാമറയും എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്. കാരണം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ അപ്പോൾ എന്താണ് ഈ റെഡ്മി നോട്ട് 15 Pro Plusൻ്റെ യഥാർത്ഥ ചിത്രം? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, രണ്ട് ഫോണാണ് റെഡ്മി ഈ സീരീസിൽ ഇറക്കുന്നത്. റെഡ്മി നോട്ട് 15 Pro Plusഉം 15 Proയും. പ്രോ അവിടെ ഇരിക്കട്ടെ. പ്രോ പ്ലസിൻ്റെ കാര്യം നമുക്ക് പറയാം. പ്രോ കുറച്ച് വ്യത്യാസങ്ങളുമായിട്ട് ഇറക്കിയിരിക്കുന്നത്, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിൻ്റെ ഡിസൈൻ ഈ പറഞ്ഞ പോലെ നല്ല ഡിസൈനാണ്, നല്ല ഡ്യൂറബിലിറ്റിയാണ്. ബാക്കിൽ വീക്കൻ ലെതർ കൊടുത്ത് നന്നായിട്ടുണ്ട്. കയ്യിൽ പിടിക്കാനും ഒരു സ്ലിം ഫീലാണ്. ആക്ച്വലി ഇത് സ്ലിം അല്ല. 8.47 mm തിക്നെസ്സും അതേപോലെ തന്നെ 208 ഗ്രാം വെയിറ്റും ഉണ്ട്. ബട്ട് രണ്ട് സൈഡിൽ നിന്നും ചെറുതായിട്ട്, ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്ന് ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ ക്വാഡ് കർവ് ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തിക്നെസ് ഫീൽ ചെയ്യില്ല. നല്ല കംഫർട്ടബിൾ ആയ നല്ല ഡിസൈൻ എന്ന് പറയാം. ഡ്യൂറബിലിറ്റിയും അടിപൊളി. IP66, 68, 69K തുടങ്ങിയ എല്ലാ റേറ്റിംഗും ഉണ്ട്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രെയിമൊക്കെ പ്ലാസ്റ്റിക് ഫ്രെയിം ആണെങ്കിലും ഡ്യൂറബിൾ ആണ്. 2.5 മീറ്റർ സർട്ടിഫൈഡ് ആണ്. SGS സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അതായത് 2.5 മീറ്ററിനൊക്കെ താഴെ വേണമെങ്കിൽ സർവൈവ് ചെയ്യാന്നാണ് പറയുന്നത്. അത്രയൊന്നും ഹൈറ്റ് നമ്മൾ ഫോൺ താഴെയില്ല. 1 മീറ്ററൊക്കെ മാക്സിമം വരുള്ളൂ. അപ്പോൾ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഫോണാണ്. അതേപോലെ കാണാനും ഭംഗിയുണ്ട്. കോഡ് കർവ്ഡ് ഫ്രണ്ട് ഡിസ്പ്ലേ ഒക്കെ നൈസാണ്. 6.83 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. അതും നല്ല സൈസ് ആയിട്ടുണ്ട്. 1.5K 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്. 3200 പീക്ക് ബ്രൈറ്റ്നസ്, 1800 ഹൈ ബ്രൈറ്റ്നസ് മോഡ്, HD+, ഡോൾബി വിഷൻ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും വരുന്നുണ്ട്. സ്പീക്കറിൽ ആകെയുള്ള പ്രോബ്ലം ഒരു നല്ല ബേസ് കിട്ടുന്നില്ല. നല്ല ലൗഡാണ്. 400% വോളിയം. നമ്മളിങ്ങനെ വോളിയം കൂട്ടുമ്പോൾ 400% വോളിയം ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലൗഡായ സൗണ്ടാണ്. ബട്ട് ബേസില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാരണം ശരിക്കും നല്ല ഇടിയുള്ളൊരു പാടാണ്. ആ ഓരോ ബീറ്റ് ഉണ്ട്, ആ ബീറ്റ് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സംഭവം മാത്രം ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. ലൗഡ്നെസ് അടിപൊളിയാണ്. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ഡിസ്പ്ലേ ആൻഡ് വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. വലിയ കംപ്ലൈൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. രണ്ടും സെറ്റപ്പാണ്. ഡിസൈൻ, ഡ്യൂറബിലിറ്റി, ഡിസ്പ്ലേ രണ്ടും സെറ്റാണ്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ കഥ മാറും. സ്നാപ്ഡ്രാഗൺ 7S Gen 4 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. പ്രൊസസ്സർ മോശമല്ല, നല്ല പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ നൈസായിട്ട് ഇഷ്ടംപോലെ പരസ്യ ആപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതിപ്പോൾ ഈ റേഞ്ചിൽ ഇറങ്ങുന്ന വിവോ, ഓപ്പോ ഫോണുകളുടെ ഒക്കെ രീതി അറിയാമല്ലോ. ഇതൊക്കെ പരസ്യ ആപ്ലിക്കേഷൻ. ഷവോമിയും ആ പതിവ് പിന്തുടർന്നുണ്ട് ഇവിടെ. ബട്ട് പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ ഇല്ല. വേണ്ടാത്ത ആപ്ലിക്കേഷൻ കണ്ടിൻസ്റ്റാൾ ചെയ്താൽ ഞാൻ മതി. നീറ്റായിട്ട് നമുക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഇതിനകത്ത് റാം സ്റ്റോറേജ് ഒക്കെ നോക്കിയാൽ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ഒക്കെയാണ്. 2.2 സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 10,000-20,000 ഇടയ്ക്കുള്ള ഫോണുകൾ കണ്ടുവരുന്ന സാധനമാണ്. 37,000 രൂപയുടെ ഈ ഫോണിൽ ഇരിക്കുന്നത്. അവിടെ ഇരിക്കട്ടെ, നമുക്കത് പറയാം. ഗെയിമിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്മൂത്ത് എക്സ്ട്രീം ഒരു 60 FPS വേണമെങ്കിൽ കളിക്കാം. ഗെയിമിങ്ങിനൊന്നും ഈ ഫോൺ എടുക്കാനേ പാടില്ല, കൊള്ളൂല എന്ന് തന്നെ പറയാം. എന്നാലും വേണമെങ്കിൽ നമുക്ക് ഗെയിമിംഗ് കളിക്കാം. അതാണ് സിറ്റുവേഷൻ. എന്തായാലും സാധാരണ യൂസിന് പ്രശ്നങ്ങളൊന്നുമില്ല. HyperOS ഷവോമിയുടെ Android 15 ഇപ്പോൾ എല്ലാ ഫോണുകളും Android 16 ഇറങ്ങുന്നത്. ഇവർ Android 15 ഇറക്കി വെച്ചിരിക്കുന്നത്. സോ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ Android 15 കാര്യം തന്നെ പറയുമ്പോൾ അത് 4 വർഷത്തെ അപ്ഡേറ്റ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. Android 15 ആണ് ഓൾറെഡി. ഇപ്പോൾ Android 16 ടൈം അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞു. പിന്നെ 3 വർഷത്തെ അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെയാണ് ബാക്കി ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, മതി, അതൊക്കെ മതി, നമുക്ക് ഓക്കെയാണ്. ഓൺലൈൻ ഫോണുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല നമുക്ക് ഈ ഫോണുകളെ. ഓൺലൈനിലൊക്കെ IQ Neo 10 ആണ് 36,000 റേഞ്ചിൽ നിൽക്കുന്നത്. അതെന്ന് വെച്ചാൽ 8S Gen 4 പ്രോസസ്സറാണ് ഇരിക്കുന്നത്. 2.4 മില്യൺ ആൻഡ്രോയിഡ് സ്കോർ, കീടിലം പെർഫോമൻസ് ആണ്. 144 FPS ഗെയിം കളിക്കാം. 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വെച്ചുകൊണ്ട് ടോപ്പ് ലെവൽ പെർഫോമൻസ് സെറ്റപ്പാണ്. അപ്പോൾ അത് ഓൺലൈൻ. ഇത് ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഫോണുകൾ വരുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ വിവോയുടെ ഫോണുകളെ സാധാരണ യൂസ് പ്ലസ് നല്ല ക്യാമറയൊക്കെ ആയിട്ട് നല്ല ഫോണുകളെന്ന് പറയാറുണ്ടായിരുന്നത്. എന്നെ ഒരുപാട് പേര് വിമർശിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ അതൊന്നും എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ഇന്ന് ഇതുപോലത്തെ ഫോൺ ഷവോമി ഇറക്കിയപ്പോൾ ആർക്കും ഒരു പരാതിയില്ല. ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരണ്ണന്മാരും ഇതിനെ കുറ്റം പറയുന്നതും കേൾക്കാനില്ല. ഒന്ന് ചിന്തിച്ച് വെച്ചോളൂ. അടുത്ത സെക്ഷനിലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതായത് ക്യാമറ. ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം. സാമ്പിൾ കണ്ടു നോക്കൂ, നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല വീഡിയോസ് 4K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD വീഡിയോയെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ സാമ്പിൾ കണ്ടോളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വീഡിയോ തന്നെയാണ് കിട്ടുന്നത്. മെയിൻ ക്യാമറ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. 200 മെഗാപിക്സലിന് നല്ല ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഫോട്ടോസാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഓക്കെയാണ്. ചിലത് പറയുന്നു നൈറ്റ് ഫോട്ടോസ് കൊള്ളൂല എന്നുള്ളത്. ബട്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയാൽ ഞാൻ എടുത്ത നൈറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വൈഡ് ആംഗിൾ അടക്കം എടുത്ത നൈറ്റ് ഫോട്ടോസ് ഞാൻ കാണിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയത് നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ നൈറ്റ് ഫോട്ടോ ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കൂ. ബട്ട് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. സെൽഫി ക്യാമറയുടെ ഫോട്ടോ സാമ്പിളുകൾ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഓർക്കണം, 37,000 രൂപയുടെ റേഞ്ചിലുള്ളൊരു ഫോണാണ്. ഒരു 4K 60 FPS അവർ കൊടുത്തിട്ടില്ല. ഫ്രണ്ട് ക്യാമറയിൽ 4K ഇല്ല, ഫുൾ HD ഉള്ളൂ. സോ ഇത്രയും വില കൊടുക്കുമ്പോൾ നമുക്കവിടെ ഒരു 4K ഒക്കെ ഫ്രണ്ട് ക്യാമറയിൽ കിട്ടണ്ടേ?
അതില്ല. ഇപ്പോൾ ഐക്യു ന്യൂട്ടൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, പെർഫോമൻസ് ക്യാമറയോ 4K 60 FPS, ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ഒക്കെ ആ ഫോൺ ഷൂട്ട് ചെയ്യാൻ സാധിക്കും നമുക്ക്. സോ കിട്ടിയില്ല ക്യാമറ സെറ്റപ്പാ, ഇതിലൊക്കെ ഫുൾ HD ഉള്ളൂ ഫ്രണ്ടിൽ. ബട്ട് സ്റ്റിൽ അത് ഓൺലൈനാണ്, ഇത് ഓഫ്ലൈനാണ്. ആ ഒരു വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കിയിരുന്നാൽ ഓക്കെയാണ് ഗൈസ്, ഒരു പ്രശ്നവുമില്ല. സോ അപ്പോൾ ഞാൻ ഈ ക്യാമറയും പെർഫോമൻസിൻ്റെയൊക്കെ പോരായ്മകൾ വളരെ ശക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഐക്യു ന്യൂട്ടനുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഇത് പോരാന്നുള്ളത്. സാധാരണ നമ്മളിങ്ങനെ പറയാറില്ല. അതായത് വിവോ V60 ഒക്കെ ഇറങ്ങുമ്പോൾ ഗെയിം കളിക്കാനൊന്നും ഈ ഫോൺ എടുക്കണ്ട, ബാക്കി നല്ലൊരു ക്യാമറയ്ക്കും നല്ല യൂസർ എക്സ്പീരിയൻസിന് വേണ്ടി ഫോൺ എടുക്കണമെങ്കിൽ നല്ല യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഫോണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മളെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണോ നല്ല പെർഫോമൻസ് ആകുന്നത്, നല്ല ക്യാമറ ആകുന്നതൊക്കെ വെച്ചിട്ട് കമൻറ്റുകൾ ഒരുപാട് വരാറുണ്ട്, നമ്മൾ വിമർശിക്കാറുണ്ട്. കാരണം മറ്റ് ചില ആൾക്കാർ, അതായത് ഈ ഒരു പക്ഷേ റിവ്യൂ കിട്ടാത്തതുകൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് അവരവിടെ ഇരുന്നിട്ട് തള്ളി മറയ്ക്കുന്നൊരു പരിപാടിയുണ്ട്. ഞാനിതിനൊന്നും പ്രൊമോട്ട് ചെയ്യില്ല, ഇതൊക്കെ വാല്യൂ ഫോർ മണി അല്ല, ഓപ്പോ ഒക്കെ വെറുതെയാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് കേട്ടിട്ട് പ്രതാപ് ഇതൊക്കെ തള്ളി മറയ്ക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ട് അവർ സത്യസന്ധമായിട്ട് ഇതിനെ കുറ്റം പറയുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇന്ന് വിവോ ഇറക്കിയ അതേ കൂട്ടൊരു ഫോൺ ഇത് ഷവോമി ഇറക്കിയിരിക്കുകയാണ്. ഇത് 35 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു 12 GB റാം കിട്ടും. ഇത് 37 രൂപ കൊടുത്താലും 8 GB റാം കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ ഈ വിവോയേക്കാൾ വാല്യൂ ഫോർ മണി അല്ല, ഇത് വിവോയേക്കാൾ കുറവാണ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ. ആ ലെവലിൽ നിൽക്കുന്ന ഈ ഒരു ഫോൺ ഈ പറഞ്ഞ ഒരു ചേട്ടന്മാരും കുറ്റം പറയുന്നത് ഞാൻ കേട്ടില്ല. ഞാൻ ഒരുപാട് ആൾക്കാരെ വീഡിയോ നോക്കി, എല്ലാവരും നന്നായിട്ടുണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാമെന്നൊക്കെ രീതിയിൽ തന്നെയാണ് പറയുന്നത്. നമ്മൾ വിവോനെ റിവ്യൂ ചെയ്താൽ അതേപോലെയാണ് ചെയ്യുന്നത്. ആൾക്കാരൊക്കെ ഓക്കെ ചേട്ടൻ പറഞ്ഞത് ശരിയെന്ന രീതി കേട്ടിരിക്കുന്നുണ്ട്. നമ്മളെ വിമർശിച്ച ആൾക്കാരും ഇതിനെ വിമർശിച്ചും കാണാനില്ല. ഞാനതിനെ കംപ്ലൈൻ്റ് അല്ല പറയുന്നത്, തിരിച്ചറിയുക. വിവോ ഇറക്കുമ്പോൾ പൊട്ട, ഷവോമി ഇറക്കുമ്പോൾ നല്ലത്. ഈ ഒരു പരിപാടി തിരിച്ചറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ട, ഒന്നും വേണ്ട. സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്, പലരും ജീവിക്കാൻ വേണ്ടി പല സെൽഫിഷായ കാരണങ്ങൾ കൊണ്ട് പലതും മാറ്റിമറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളത് തിരിച്ചറിയുക. അല്ലാതെ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് മറ്റൊരാൾ പോയി കുറ്റം പറയുന്ന പരിപാടിയൊന്നും വേണ്ട. തിരിച്ചറിഞ്ഞിരുന്നോളൂ. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം അത്ര ഈസി അല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക, അത്രയേ ഉള്ളൂ. സോ ഇത് രണ്ടായാലും ഓഫ്ലൈൻ ഫോണുകളാണ്. സോ റെഡ്മി നോട്ട് 15 Pro Plus ആ രീതിയിൽ ഒരു നല്ല ഫോണാണ്. പണ്ടൊക്കെ വിവോയുടെ ഫോണുകൾ എങ്ങനെ ഇരുന്നു അതുപോലെയാണ് ഇരിക്കുന്നത്, കാരണം ഇതും ഓഫ്ലൈൻ ഫോണാണ്. ഇനി ഈ പ്രൈസിന് ഏറ്റവും നല്ല വാല്യൂ ഫോർ മണി വേണമെങ്കിൽ ഐക്യു ന്യൂട്ടൺ പഠിച്ചോ, കിട്ടിലും പെർഫോമൻസ്, ക്യാമറ, എല്ലാ കാര്യങ്ങളും ടോപ്പ്. ബാറ്ററിയൊക്കെ 7000 mAh 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട് അതിനകത്ത്. സോ സെറ്റ് സാധനമാണ്, അത് വേണമെങ്കിൽ എടുക്കാം. ഓഫ്ലൈൻ ആണെങ്കിൽ വിവോ V60 റെഡ്മി നോട്ട് 15 Pro Plus ഒക്കെ പരിഗണിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യും. മാത്രമല്ല കടയിലൊക്കെ പോയിട്ട് നമുക്കിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ നമുക്ക് കടയിൽ പോയിട്ട് ഇത് എടുത്ത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്യാനൊരു സൗകര്യം കൂടി ഉണ്ടല്ലോ, കടകളിൽ നിന്ന് കിട്ടുന്ന സാധനമാണല്ലോ. സോ അങ്ങനെയുള്ള ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. സോ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊരു ഭീകര ഫോണൊന്നുമല്ല, ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാമെന്ന്. കാരണം ഇതെല്ലാവരും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ വിവോനെ കുറ്റം പറഞ്ഞ ആൾക്കാരാണ് നല്ലത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നത്. ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇനി നിങ്ങൾ പറയുക എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇതൊക്കെ പൊട്ടയും ഇത് കുറച്ച് നല്ലതുമാകുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇത് മോശമല്ല ഞാൻ പറഞ്ഞു, ബാറ്ററിയൊക്കെ അടിപൊളിയാണ്. 6500 mAh ബാറ്ററി, 100 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 22 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നല്ല ബാറ്ററി സെറ്റപ്പ് ഉണ്ട്. ഷവോമി ഹൈപ്പർ AI എന്നൊരു സെക്ഷൻ തന്നെയുണ്ട്. അതിനകത്ത് AI ആപ്പ് ബൂസ്റ്റ്, റൈറ്റിംഗ്, ഡൈനാമിക് വാൾപേപ്പർ, ക്രിയേറ്റിവിറ്റി അസിസ്റ്റൻറ്റ്, സ്പീച്ച് റെക്കഗ്നീഷൻ, ട്രാൻസ്ലേറ്റ് കൺവെർസേഷൻ, ഇന്റർപ്രറ്റർ മോഡ്, AI സബ്ടൈറ്റിൽ, അങ്ങനെ ഒരുപാട് AI ഫീച്ചേഴ്സ്. ഈ ലോട്ട് ഓഫ് AI ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബേസിക്കായിട്ട് നമ്മുടെ ഫോണുകളിലൊക്കെ കാണുന്ന എല്ലാ AI ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. സോ അതൊരു നല്ല ഘടകമാണ്. കൂടാതെ ജെമിനൈ വരുന്നുണ്ട്, സർക്കിൾ ടു സെർച്ച് ആണെങ്കിലും ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാം. സോ അപ്പോൾ അങ്ങനെ എല്ലാതരം AI ഫീച്ചേഴ്സും പക്കവായിട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ നന്നായിട്ടുണ്ട്. പിന്നെ കണക്ടിവിറ്റി ഡുവൽ നാനോ സിം സപ്പോർട്ടാണ് വരുന്നത്. Wi-Fi 6, 6E, ബ്ലൂടൂത്ത് 5.4, NFC, IR ബ്ലാസ്റ്റർ, ഷവോമി T1S ട്യൂണർ, അതായത് നമുക്ക് നെറ്റ്വർക്ക് കുറവുള്ള ലിഫ്റ്റ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് പോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി നല്ല നെറ്റ്വർക്ക് പിടിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണത്. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഈസി മടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി, നമ്മൾ എല്ലാ ഘടകങ്ങളും പറഞ്ഞു. മൊത്തത്തിൽ ഒരു 37,000 രൂപയ്ക്ക് കടയിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കാൻ കഴിയുന്ന, ഗെയിമിങ്ങിനൊന്നും വേണ്ടിയിട്ടല്ലാത്ത, സാധാരണ യൂസിന് നല്ല കുറച്ച് നാൾ ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഡ്യൂറബിലിറ്റി ഉള്ള, പെട്ടെന്ന് തട്ടുമുട്ടിയാലൊന്നും കേടുവരാത്ത തരത്തിലൊരു ഡ്യൂറബിലിറ്റി ഉള്ളൊരു ഫോൺ നോക്കുന്ന ആൾക്കാർക്ക്, നല്ല ബാറ്ററി ലൈഫ് ഉള്ളൊരു ഫോൺ നോക്കുന്ന ആൾക്കാർക്ക്, സാധാരണ യൂസാണ് പ്രയോറിറ്റി എങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ നല്ലൊരു ഫോണാണ്, യാതൊരു പ്രശ്നമില്ല. സോ റെഡ്മി നോട്ട് 15 Pro Plus നല്ലതാണ്. 37,900 8 GB കിട്ടുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വിവോ V60 പോലുള്ള ഫോണുകളൊക്കെ 35,000 രൂപയ്ക്ക് തന്നെ 12 GB റാം 256 GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അതൊന്ന് അറിഞ്ഞിരിക്കുക. വിവോയുടെ സർവീസൊക്കെ അടിപൊളിയാണെന്നുള്ള കാര്യം നമ്മൾ സർവീസ് സെൻറ്ററിൽ നേരിട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, അതിന് വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആൾക്കാരും പറഞ്ഞു വിവോയുടെ സർവീസ് അടിപൊളിയാണെന്ന്. അപ്പോൾ വിവോ V60 ഒക്കെ അവിടെ ഉണ്ട്, മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പരാതി പറഞ്ഞ പോലെ തോന്നിയെങ്കിൽ വേറൊന്നും വിചാരിക്കരുത്. നമ്മളൊക്കെ ഇതേപോലെ തന്നെയാണ് വിവോയുടെ ഫോണുകളെ റിവ്യൂ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്, ഒരു ബാലൻസ്ഡ് ആയിട്ട് ഉള്ള യൂസിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അന്ന് നമ്മൾ ഒരുപാട് പേര് വിമർശിച്ചു. കാരണം ചില ആൾക്കാരുടെ ഒരു വീഡിയോ രീതി, അത് മറ്റുള്ളവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ അപ്പടി നല്ലതാണ്, മറ്റുള്ളവരൊക്കെ കള്ളന്മാരാണെന്ന് പറയുന്ന രീതിയിൽ പറയുന്നത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ നമ്മളെ കുറ്റം പറഞ്ഞിരുന്നത്. ഇന്ന് അവർക്കത് മാറ്റി പറയുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ എന്താണെന്നുള്ളത്.
സോ അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ് കേട്ടോ, നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാനൊന്നും പാടില്ല. അതൊക്കെ അവരവരുടെ പലർക്കും പല രീതിയാണ്, സ്റ്റൈലുകളാണ്. നമ്മുടെ രീതി ഇങ്ങനെയാണ്, ആരെയും കുറ്റം പറയലൊന്നുമല്ല. പ്രോസ് ആൻഡ് കോൺസ്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിരുന്ന ആദ്യകാലത്തും പ്രോസ് ആൻഡ് കോൺസ് എന്ന് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നും ഈ ഫോണിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മാനുഷികമായ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. ഈ റിയൽമി P4 ഒക്കെ വീഡിയോ ചെയ്തപ്പോൾ അറിയാണ്ട് തൊട്ട് മുമ്പ് ഷൂട്ട് ചെയ്ത്, ഇതിന് തൊട്ട് മുമ്പായിരുന്നു S200T ഷൂട്ട് ചെയ്തത്. അതിൻ്റെ സ്പെക്ക് അറിയാണ്ട് ഇതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞതാണ്. സ്പെക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിരുന്നെങ്കിലും ആ സ്പെക്ക് പറഞ്ഞ സമയത്ത് ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. ചില സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കും കേട്ടോ. അല്ലാത്ത പക്ഷമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രോസ് ആൻഡ് കോൺസ് മാന്യമായ രീതിയിൽ പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.